പ്രായമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു മെഡിസിൻ ആണ് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മരുന്ന്. അതായത് വളരെ സാധാരണയായിട്ട് എല്ലാവരും കഴിക്കുന്ന മരുന്നാണ്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് മെറ്റ്ഫോമിൻ കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ എത്ര കൂടുമ്പോഴാണ് നമ്മൾ മെറ്റ്ഫോമിന് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നുള്ളത്. നമ്മൾ ക്രിയാറ്റിൻ നോക്കുന്നതിലാറ് നമ്മൾ കറക്റ്റ് നമ്മൾ നോക്കേണ്ടത് ക്രിയാറ്റിൻ ക്ലിയറൻസ് ആണ്. അപ്പൊ അതെങ്ങനെ നോക്കാന്ന് വെച്ചാൽ നമ്മൾ ക്രിയാറ്റിന്റെ വാല്യൂ, അതായത് 0.8 അല്ലെങ്കിൽ 1.5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയാറ്റിന്റെ അളവ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ക്രിയാറ്റിന്റെ അളവ് വെച്ചിട്ട് നമുക്ക് ക്രിയാറ്റിൻ ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ആപ്പുകൾ കിട്ടും. അതിൽ നമ്മളെ വയസ്സ്, നമ്മളെ വെയിറ്റ്, നമ്മളെ ക്രിയാറ്റിന്റെ ലെവലൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മൾ ക്രിയാറ്റിൻ ക്ലിയറൻസ് കിട്ടും. അതായത് 30, 40, 60 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് എത്രയില്ലെന്ന് വെച്ചാൽ നമുക്ക് ഈ ആപ്പിൽ നമുക്ക് കിട്ടും. നമ്മൾ ക്രിയാറ്റിൻ ക്ലിയറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് 30 താഴെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റ്ഫോമിൻ കഴിക്കാൻ നമുക്ക് പറ്റൂല. അത് നമ്മുടെ ശരീരത്തിന് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്.